ഒരു ആക്ട്രസ് എന്ന നിലയിൽ ആദ്യമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ആർക്കാണെങ്കിലും ഒരു ഡ്രീം റോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ കൂടെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. സോ ഹണി റോസിനെ സംബന്ധിച്ച് ആരായിരുന്നു ആ ഒരു ആക്ടർ? എനിക്ക് അങ്ങനെ ഒരു ഡ്രീം റോളെന്നൊന്നും പറയാൻ എനിക്കത്ര ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എല്ലാ ആർട്ടിസ്റ്റുകളിലൂടെയും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ദുരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാം. അപ്പം അത് എന്താ പറയുക, അതിന് കുറച്ച് ടൈം എടുത്തു. കാരണം ബോയ് ഫ്രണ്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഒന്നും പറയാൻ പറ്റില്ല. പടങ്ങൾ ചെയ്തിരുന്നു എങ്കിലും കുറച്ച് തെലുങ്കു മൂവീസ് ആണ് കുറച്ച് കൂടുതൽ, തെലുങ്കും തമിഴും ഒക്കെ ചെയ്തിരുന്നു. ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ വീണ്ടും ഒരു റീ എൻട്രി പോലെ വന്നത് ട്രിവാൻഡ്രം ലോഡ്ജാണ്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ടീമിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ടാണ്. ട്രിവാൻഡ്രം ലോഡ്ജിലെ റോൾ ധ്വനി നമ്പ്യാർ എന്ന റോളായിരുന്നു. അപ്പോൾ ആ റോൾ ചെയ്തപ്പോൾ എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു? ധ്വനി നമ്പ്യാർ എനിക്ക് അന്നേരം അങ്ങനെ ഒരു ടെൻഷനൊന്നും ഫീൽ ചെയ്തില്ല. കാരണം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നൊരു റൈറ്ററാണ്. അപ്പം പുറത്തുനിന്ന് വരുന്നു, ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, സ്വന്തം കാര്യങ്ങൾ നിലപാടുകൾ വ്യക്തമായി തുറന്നു പറയുന്ന ഒരു സ്ത്രീയാണ്. ഇത്രയൊക്കെ സ്മാർട്ടായിട്ടുള്ള ഒരാളാവുമ്പോൾ എന്താ എനിക്ക് പക്ഷെ അങ്ങനെ വലിയൊരു ടെൻഷൻ തോന്നിയില്ലെങ്കിൽ ടെൻഷൻ വരേണ്ടതായിരുന്നു സത്യത്തിൽ. പക്ഷെ അത്ര വന്നില്ല. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ടീമുമായിട്ടൊന്ന് അടുക്കാനൊരു ടൈം എടുത്തു. പക്ഷേ എങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര കംഫർട്ടബിളായിട്ട് പോയി. മീൻസ് ഇത്രയും ബഹളമുള്ളൊരു, ഇത്രയും വട്ടുപിടിച്ച പോലെ നടക്കുന്ന ഒരു സെറ്റ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷേ എങ്കിലും വളരെ വളരെ കംഫർട്ടബിളായിരുന്നു. ശരിക്കും ആ ഒരു പേരിൽ തന്നെയാണ് പിന്നീട് അറിയപ്പെടുക എന്നൊരു റൂമർ ശരിക്കും സത്യമാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നീട് ഹണി റോസ് തന്നെയാണ്. ധ്വനി എന്നുള്ള പേര് പോയോ? ധ്വനി എന്നുള്ള എനിക്കങ്ങനെ വേറൊരു പേര് എനിക്കത്ര ഈസി ആയിട്ട് എനിക്കങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല. കാരണം നമ്മൾ ഹണി റോസ് എന്ന് എല്ലാവരും വിളിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ധ്വനി എന്ന് വിളിക്കുമ്പം നമുക്ക് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ ഒരു സജഷനായിരുന്നു, VKPയുടെയും അവരുടെയൊക്കെ ഒരു സജഷനായിരുന്നു. പക്ഷേ ധ്വനി നല്ലൊരു പേരാണ്. പക്ഷെ അതിലും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ഹണി റോസ് ആണ്. തെലുങ്കിലെ മൂവീസ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലായി. പിന്നെ ബോളിവുഡിലേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യും? തീർച്ചയായിട്ടും എല്ലാ ഭാഷയിലും അഭിനയിക്കണം തന്നെയാണ് ആഗ്രഹം.